ഹലോ, എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ ഇന്നൊരു അടിപൊളി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാതളി നാരങ്ങ അച്ചാർ, ഗണപതി നാരങ്ങ അച്ചാർ എന്നൊക്കെ പറയും. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. കല്യാണ അച്ചാർ എന്നൊക്കെ പറയും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? അതായത് ഇതിനാവശ്യമായിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ മാതളി നാരങ്ങയാണ്. നല്ല മാതളി നാരങ്ങ കിട്ടുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ്. ഇല്ലെങ്കിൽ ഒരു മീഡിയം, അതായത് ഇത് കുറേ പഴുത്ത് പച്ചയാവും, പിന്നെ മഞ്ഞയാവും, പച്ചയാവും മഞ്ഞയാവും, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് മഞ്ഞ കളറാവുന്ന, അത് മൂപ്പത്തിയാലാന്ന് മഞ്ഞ കളറാവുക. നമ്മുടെ വീട്ടിൽ ഇതുള്ളത് കൊണ്ട് നമുക്കിതിനെ പറ്റി നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾ കടയിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും. ഇപ്പോൾ ഈ നവമീൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് മാതളി നാരങ്ങ, പിന്നെ ഗണപതി നാരങ്ങ എന്നെല്ലാം പറയും. നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത് വെച്ചാൽ അതൊക്കെ പറയണം കേട്ടോ, കമൻസ് ആയിട്ട് പറയണേ. അപ്പോൾ ഇന്ന് അമ്മയാണ് ഗണപതി നാരങ്ങ അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഗണപതി നാരങ്ങ എടുത്തിട്ട് നമ്മൾ കുനുകുനാന്നരിഞ്ഞെടുക്കുക. അതിൻ്റെ കുരുക്കളെല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. തോല് കളയണ്ട, കാരണം വെച്ചാൽ നമ്മൾ തോല് കളയണ്ടാണ് ആക്കുന്നത്. കാരണം ഇത് നല്ല പഴുത്തതാണെങ്കിൽ കയ്പുണ്ടാവില്ല. പച്ച ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കയ്പ് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ തോല് വേണമെങ്കിൽ ഒന്ന് കളഞ്ഞിട്ട് വേണമെങ്കിൽ ആക്കാട്ടോ. നമ്മൾ തോല് കളയണ്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ നോക്കാം. അങ്ങനെ നമ്മൾ ഇതിന് വേണ്ടത് ഒരു ചട്ടിയാണ്. നമ്മൾ നല്ല ഉപയോഗിച്ച് തയക്കവും പഴക്കെല്ലാം വന്ന് ചട്ടി എടുക്കുക. അത്യാവശ്യം കുറച്ച് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ചട്ടി എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഈ കുനുകുന അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ ഇടുക. നമ്മളൊരു 2 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പൊതിർത്ത് വെക്കണം ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പൊതിർന്ന് വന്ന പുളി വെള്ളം ഇതിലേക്ക്, അതായത് വാളം പുളിയാണ് ഉപയോഗിക്കേണ്ടത്, വേറെ ഒരു പുളി ഉപയോഗിക്കാൻ പറ്റും. വാളംപുളി അച്ചാർ എന്നും പറയും ഇതിനെ എന്ന് പറയുന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് അപ്പോൾ ആ വാളംപുളീൻ്റെ പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ മുളക് പൊടിയാണ് വേണ്ടത്. 2 സ്പൂൺ മുളക് പൊടി. നമ്മൾ ചീൻചട്ടിയിലൊന്ന് വറുത്തെടുത്തിട്ടുള്ള മുളക് പൊടി ഉപയോഗിക്കണം. അപ്പോൾ കുറച്ചൊന്ന് അതിൻ്റെ റെഡിഷ് മാറി വരുന്ന സമയത്ത് വേണം, കരിഞ്ഞു പോകാതെ നോക്കണം. എന്നിട്ട് ഇതിലേക്കിടുക. അതിനുശേഷം ഇത് ഉപ്പ് ആവശ്യത്തിന് ചേർത്തതിന് ശേഷം നമ്മുടെ അടുപ്പിൽ വെക്കുക. മീഡിയം, ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ അത് കുറച്ചൊന്ന് നല്ല വെന്ത് വരാൻ കുറച്ച് ഒരു 20 മിനിറ്റ് എന്തായാലും എടുക്കും. ആ 20 മിനിറ്റ് കാത്തു നിൽക്കുക. കുറച്ച് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം വെന്തോന്നൊന്ന് നോക്കണം. വെന്തോന്ന് തൊട്ട് നോക്കിയാൽ എടുത്ത് നോക്കിയിട്ട് മനസ്സിലാവും വെന്തോന്ന്. ആ വെന്തെന്ന് മനസ്സിലായിക്കണം. വെന്താലും അതിങ്ങനെ ഉടയുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ആണി ബെല്ലം ചേർക്കണം. അതായത് ബ്രൗൺ കളർ ബെല്ലം ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് സെറ്റായി വന്ന് നമ്മൾ അച്ചാറിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് അത് എത്തും, അലിഞ്ഞരിഞ്ഞിട്ട്. ആ സമയമാകുമ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവില്ല. ആ സമയം നമ്മളിത് ഇറക്കി വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഉലുവ പൊടിച്ചത് ചേർക്കണം. അപ്പോൾ ഉലുവ നമ്മൾ ചീൻചട്ടിയിലൊന്ന് വറുത്തിട്ട് വേണം മിക്സിയിൽ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചൂടോടെ തന്നെ പൊടിച്ചാലേ ഉലുവ പൊടിയുള്ളൂ, അത് എനിക്കറിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഉലുവ പൊടിച്ചത് ഒരു പിഞ്ച് ഉലുവ പൊടി ചേർക്കണം. അത് മസ്റ്റാണ്. ഇതിന് ആ ഒരു ടേസ്റ്റ് വരാനുള്ള ഫ്ലേവറാണ് ആ ഉലുവപ്പൊടി. കൂടുതൽ ചേർക്കാൻ പറ്റില്ല, കൂടുതൽ ചേർത്താൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉലുവ പൊടിച്ചത് ചേർക്കുക. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. പിന്നെ കറിവേപ്പില, പിന്നെ വറ്റൽമുളക് ഇതുകൂടി കടുക് പൊട്ടിയതിന് ശേഷം ഇതും കൂടി ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ഇറക്കി വെച്ചിരിക്കുന്ന മാതളി നാരങ്ങ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ പണി ഇത്. അപ്പോൾ എന്നിട്ടൊന്ന് മൂടി വെച്ച് നമ്മൾ ആ ഒരു ഉച്ച സമയത്തെല്ലാം നമുക്ക് അപ്പം തന്നെ ഉപയോഗിക്കാം. പക്ഷെ പിറ്റേ ദിവസം എടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു മരണമാസ ടേസ്റ്റ് മക്കളെ. അപ്പോൾ ആ സമയത്ത് നിങ്ങളിത് ഉപയോഗിക്കുക.
എന്നിട്ട് ബാക്കി വരുന്ന അച്ചാർ നമ്മൾ ചില്ല് പാത്രം ഉണ്ടാവില്ലേ, അതിലേക്ക് മാറ്റിയെടുത്ത് വെച്ചാൽ മതി. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു മാസം 2 മാസം വരെയെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നതായിരിക്കും. ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും കൂടാണ്ട് ചെയ്തതാണ്. എനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇന്ന് അമ്മയാണ് ഈ മാതളി നാരങ്ങ അച്ചാർ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു മക്കളെ. വേറെ ഒരു ലെവലായിരുന്നു ഇന്നത്തെ മാതളി നാരങ്ങ അച്ചാർ. നമ്മൾ കൂട്ടിയിട്ട് ഞാനിപ്പം അന്നേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് എൻ്റെ എഡിറ്റിംഗ് എല്ലാം ചെയ്തത്. പക്ഷെ ടേസ്റ്റ് ആയിരുന്നു ഈ തവണ ഉണ്ടാക്കിയത്. അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഈ സമയത്ത് നമ്മൾ ഈ നവമീൻ്റെ സമയത്ത് ഗ്രന്ഥം വെപ്പിനൊക്കെ ഈ ഗണപതി നാരങ്ങ അച്ചാർ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അത് ഈ സമയത്ത് അവൈലബിൾ ആയിരിക്കും മാർക്കറ്റിലെല്ലാം. ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓരോ ദിവസം ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഈ സമയത്താണ് ഉണ്ടാവുക. ഒരു കൊല്ലത്തിൽ ഒരു വർഷത്തിൽ ഈ ഒരു സമയം മാത്രമേ ഉണ്ടാവൂ. നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ ഉപയോഗിക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റാണ്. എനിക്കാണെങ്കിൽ ഇത് ദോശേൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്. നമുക്ക് പുറത്തത്തെ അച്ചാറൊന്നും വാങ്ങി ഉപയോഗിക്കാതെ ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയാമെന്നുള്ള കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായെന്നുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു സോ മച്ച്.